ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കിഡിലനായിട്ടാണ് കേട്ടോ. അതേ സ്കൂൾ അവധിയൊക്കെ ആവുകയാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ ഒന്ന് പിടിച്ചിരുത്താനും നോമ്പ് തുറ സമയത്ത് അമ്മമാർക്ക് പെട്ടെന്ന് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പല പല സ്നാക്സുകൾ സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ. അതേ സംഭവം മനസ്സിലായല്ലോ. പപ്പായ കൊണ്ടുള്ള ഒരു ജാമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയത്തില്ലാത്തവർക്കൊക്കെ ഇതൊന്ന് കാണാം. ഇത് ഒരുപാട് കാലം നമുക്കത് കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നും അതുപോലെ തന്നെ യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതേ എല്ലാവരുടെയും വീട്ടിൽ പപ്പായൊക്കെ ഉണ്ടാവും. അത് ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിനെ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. പ്രത്യേകിച്ച് കുറുകാനൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ ഉദ്ദേശം ഇതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് കളയുക എന്നുള്ളതാണ്. കാരണം വെള്ളം ഉണ്ടെങ്കിൽ പൂത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിനൊരു മെഷർമെൻറ്റ് പറയാനില്ല. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്തു. പിന്നെ നമ്മുടെ മധുരം പോലെ നമ്മൾ വീണ്ടും വീണ്ടും ടേസ്റ്റ് നോക്കി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനകത്തേക്ക്. അങ്ങനെ ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കണം. ചെറിയ തീയിലിടുകയാണെങ്കിൽ വളരെ നല്ല, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ തിളച്ച് കുമിളകൾ വരും. കുറച്ചുകൂടി ഹയറായിട്ടുള്ള ഒരു തീയിലേക്കാണ് കൊണ്ടിടുന്നതെങ്കിൽ നല്ലതുപോലെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. കയ്യിലേക്ക് ഇതിങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അരച്ചപ്പോഴും കുറേയൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊക്കെ മാറ്റി വീണ്ടും അരച്ചൊക്കെ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. വീണ്ടും ഉണ്ട് ഈ പറയുന്ന പോലെ കുമിളകൾ ഇങ്ങനെ തെറിക്കാനായിട്ട് തുടങ്ങും. ഈ കുമിളകൾ സ്റ്റോപ്പ് ആകുമ്പോഴാണ് നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആവുന്നത്. അപ്പോൾ എല്ലാ വെള്ളവും തീർന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ആശ്വസിക്കാം. ഇങ്ങനെ മാറി മാറി ഞങ്ങൾ ഇന്ന് ഇളക്കി കുറേ സമയം എടുത്തു കേട്ടോ. ഇളക്കി ഈ ഒരു സംഭവം ഈ കുമിള നിൽക്കാനായിട്ടുള്ള ഇങ്ങനെ തത്രപ്പാടിലാണ്. അങ്ങനെ അവസാനം നമ്മൾ ഇതിലേക്ക് 2 ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് ഒരു ചെറുനാരങ്ങ നീരാണ് നമ്മൾ ചേർക്കുന്നത്. കാരണം ഈ പപ്പായയുടെ ചൊവ്വ കുറച്ച് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയിട്ടാണ്. ഒരു ചെറിയൊരു പുളിയൊന്നും വരില്ല, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് അത് രണ്ടും ഓപ്ഷണലാണ്. വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ഒരു 1 ടീസ്പൂൺ വാനില എസൻസും ഒക്കെ ചേർക്കാം. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുമിള മുഴുവൻ നിന്ന് കഴിയുമ്പോൾ സിം ഓഫ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മളിതേ നല്ല ചൂട് ജാം എടുത്തിട്ടാണ് കേട്ടോ പിള്ളേർക്ക് തന്നെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പം നമ്മളൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുമെന്നാണല്ലോ നമ്മുടെ ആവശ്യം. കടിച്ചേ കഴിച്ചില്ലല്ലോ. കുട്ടികളൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡയറ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ. പിന്നെ ഫ്രിഡ്ജിലോ അല്ലാതെ പുറത്തോ നമുക്ക് സൂക്ഷിക്കാം. വാട്ടർ കണ്ടൻറ്റുള്ള സ്പൂണൊന്നും ഇട്ട് ഇളക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യണേ.